സോ മൂന്നാമത്തെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് പാരസിറ്റിസം. സോ പാരസിറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ് എന്താണ് പാരസൈറ്റ് എന്ന്. സോ പാരസിറ്റിസവും ഒരു ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ്. സോ പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീ ലോഡ്ജിങ് ആൻഡ് മീൽസ്. സോ ഫ്രീ ആയിട്ട് താമസവും ഭക്ഷണവും കിട്ടുക എന്നാണ് ആ പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫിൻ്റെ ഒരു ഇത് വരുന്നത്. സോ കൺസിഡറിങ് ദ പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫ് അത് എൻഷുർ ചെയ്യുന്നത് ഇതാണ്, ഫ്രീ ലോഡ്ജിങ്ങും മീൽസുമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് പാരസിറ്റിസം ഹാസ് ഇവോൾവ്ഡ് ഇൻ സോ മെനി ടാക്സോണമിക് ഗ്രൂപ്പ്സ്. സോ ഒട്ടും തന്നെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, ഈ പാരസിറ്റിസം ഒരുപാട് ടാക്സോണമിക് ഗ്രൂപ്പുകളിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഫ്രീ ലോഡ്ജിങ് ആൻഡ് മീൽസ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഓഫ് ലൈഫാണ് പാരസിറ്റിസത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ പാരസിറ്റിസം ഒരുപാട് തരത്തിലുള്ള ടാക്സോണമിക് ഗ്രൂപ്പുകളിൽ നമുക്ക് ഇവോൾവ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അത് പ്ലാന്റ്സ് തൊട്ട് ഹയർ വെർട്ടിബ്രേറ്റ്സ് വരെ ഒരുപാട് ടാക്സോണമിക് ഗ്രൂപ്പുകളിൽ പാരസിറ്റിസത്തിൻ്റെ ഇവല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഒരുപാട് പാരസൈറ്റ്സ് ഇവോൾവ് ചെയ്ത് ഹോസ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. സോ മിക്കവാറും പാരസൈറ്റുകൾ ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടാണ് ഇവോൾവ് ചെയ്ത് വന്നേക്കുന്നത്. അതായത് ഒരു പാരസൈറ്റിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. അതാണ് പാരസൈറ്റ്സ് തന്നെ ഹോസ്റ്റ് സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹോസ്റ്റും പാരസൈറ്റും ഒരുമിച്ച് കോ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. സോ അതുപോലെയാണെങ്കിൽ ഒരു ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പാരസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റും പാരസൈറ്റും കോ ഇവോൾവ് ചെയ്ത് ഒരുമിച്ച് ഇവല്യൂഷൻ സംഭവിച്ച് വന്നിട്ടുള്ളതാകാം. സോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഹോസ്റ്റ് സ്പെസിഫിക് ആണ് നമ്മൾ പറഞ്ഞു. അതായത് സിംഗിൾ സ്പീഷീസ് ഓഫ് ഹോസ്റ്റിന് മാത്രമേ ആ പാരസൈറ്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പാരസൈറ്റ് ഹോസ്റ്റ് സ്പെസിഫിക് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റും ഒരുമിച്ച് കോ ഇവല്യൂഷൻ വഴി വന്നതാകും. സോ ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് കോ ഇവോൾവ് ചെയ്തിട്ടാണ് വന്നിരിക്കുക. അങ്ങനെ എങ്ങനെയാണ് ഹോസ്റ്റും പാരസൈറ്റും കോ ഇവോൾവ് ചെയ്ത് വരുന്നത്? ഹോസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ചില സ്പെഷ്യൽ മെക്കാനിസത്തിലൂടെയായിരിക്കും അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. സോ പാരസൈറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റിൽ ഇവോൾവ് ചെയ്ത് വന്നത് റിജക്റ്റ് ആൻഡ് റെസിസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ പാരസൈറ്റ്. സോ ഹോസ്റ്റ് ഇവോൾവ് ചെയ്ത് വരുന്നത് ആ പാരസൈറ്റിനെ ഒന്നുകിൽ റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനോ കഴിയുന്ന തരത്തിലുള്ള ഹോസ്റ്റായിട്ട്, ആ പെർട്ടിക്കുലർ പാരസൈറ്റിനെ റിജക്റ്റ് ചെയ്യാനോ റെസിസ്റ്റ് ചെയ്യാനോ തരത്തിലുള്ള പാരസൈറ്റായിട്ടാണ് ഹോസ്റ്റ് ഇവോൾവ് ചെയ്ത് വരുന്നത്. അതോടൊപ്പം തന്നെ പാരസൈറ്റും എന്ത് ചെയ്യണം? പാരസൈറ്റും ഈ പറഞ്ഞ പാരസൈറ്റ് ഹോസ്റ്റ് ഏത് തരത്തിലൊക്കെയാണോ പാരസൈറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്, അതിനെ കൗണ്ടറാക്ട് ചെയ്യാനും ആ പറഞ്ഞ രീതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും പാരസൈറ്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. സോ ഹോസ്റ്റും പാരസൈറ്റും അതിൻ്റേതായ രീതിയിൽ തമ്മിൽ അവർക്ക് ഹോസ്റ്റ് സ്പെസിഫിക് ഇൻട്രാക്ഷൻ നടക്കുന്ന രീതിയിലായിരിക്കും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഹോസ്റ്റ് ആണെങ്കിൽ ആ പാരസൈറ്റിനെ റെസിസ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും തരത്തിലായിരിക്കും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ പാരസൈറ്റ് അതുപോലെ തന്നെ ഏത് തരത്തിലാണോ റിജക്റ്റ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും പാരസൈറ്റിനെ തരത്തിൽ ഹോസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നേ, സോ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനും അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കും നമ്മുടെ പാരസൈറ്റും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക. സോ സ്പെഷ്യൽ മെക്കാനിസത്തിലൂടെയായിരിക്കും ഈ ഹോസ്റ്റും പാരസൈറ്റും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ആ സ്പെഷ്യൽ മെക്കാനിസമാണ് ഒന്ന് ഹോസ്റ്റ് റിജക്റ്റോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനോ ശ്രമിക്കും പാരസൈറ്റ് അതിനെയൊക്കെ കൗണ്ടറാക്ട് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന തരത്തിലുള്ള സ്പെഷ്യൽ മെക്കാനിസത്തിലൂടെയായിരിക്കും ഈ ഹോസ്റ്റും പാരസൈറ്റും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. സോ ഈ പാരസൈറ്റിന് അല്ലെങ്കിൽ ഹോസ്റ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? പാരസൈറ്റ് പലതരത്തിലുള്ള സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് പാരസൈറ്റിന് ആവശ്യമാണ്. ആ സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ഹോസ്റ്റിൽ സർവൈവ് ചെയ്യണമെങ്കിലുള്ള സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നതാണ് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. ആ പാരസൈറ്റിന് അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ ആ പാരസൈറ്റിന് പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ആൻഡ് സക്കേഴ്സ് ഉണ്ടായിരിക്കും. ആ പാരസൈറ്റിന് അഡ്ഹസീവ് ഓർഗൻസ് ആൻഡ് സക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഹോസ്റ്റിൽ അതിന് ക്ലിങ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നതിന് അതിന് പറ്റുന്ന തരത്തിലുള്ള അഡ്ഹസീവായിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഡ്ഹസീവായിട്ടുള്ള ഓർഗൻസും സക്കേഴ്സും ഈ പാരസൈറ്റിൽ ഉണ്ടായിരിക്കും.
അതുപോലെ ഈ പാരസൈറ്റിൽ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവില്ല. ഹോസ്റ്റിൻ്റെ ആ ഒരു ഫുഡിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രീഷനാണ് ഡയറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ പാരസൈറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവില്ലുണ്ടെങ്കിൽ തന്നെ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാരസൈറ്റിൻ്റെ പ്രത്യേകത ഹൈലി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ വിത്തിൻ ലിമിറ്റഡ് ടൈമിൽ ആ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രമാത്രം സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ആണ് പാരസൈറ്റ് ഇവോൾവ് ചെയ്ത് വരുന്നത്. ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ, പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ആൻഡ് സക്കേഴ്സ്, ആ ഹോസ്റ്റിൽ അതിന് സപ്പോർട്ട് ചെയ്ത് ക്ലിങ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും ഈ പാരസൈറ്റുകൾക്ക് ഉണ്ടായിരിക്കും. ഇത്രമാത്രം സ്പെഷ്യൽ അഡാപ്റ്റേഷനിലൂടെയാണ് ഓരോ പാരസൈറ്റും ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ പാരസൈറ്റിനെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സൈക്കിൾ ഇവോൾവ് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. സോ ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആണ്. അതായത് ഓരോ പാരസൈറ്റിനും ഒന്നിലധികം ഇൻ്റർമീഡിയറ്റ്സ്, 1 or 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വേണ്ടിവരും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ പാരസൈറ്റുകൾക്ക് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 or അതിലധികം 1 or 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫ് സൈക്കിൾ, അതായത് പാരസൈറ്റുകളിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. അത് 1 or 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളോ അല്ലെങ്കിൽ വെക്ടറുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാരസൈറ്റിന് അതിൻ്റെ പാരസൈറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഹോസ്റ്റിൽ, പ്രൈമറി ഹോസ്റ്റിൽ നടപ്പിലാക്കാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ലിവർ ഫ്ലൂക്കിന് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളുണ്ട്. അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹ്യൂമൻ ലിവർ ഫ്ലൂക്കിന് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളുണ്ട്. ഒന്ന് സ്നെയിൽ, രണ്ടാമത്തത് ഫിഷ്. സോ സ്നെയിലും ഫിഷിലും വെച്ചിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ പാരസൈറ്റ് അതിൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളായ സ്നെയിലും ഫിഷും വേണം നമ്മുടെ ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് എന്ന പാരസൈറ്റിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മലേറിയൽ പാരസൈറ്റ്. സോ മലേറിയൽ പാരസൈറ്റിനും എന്ത് വേണം, അതിൻ്റെ വെക്ടറായിട്ട് അത് ആക്ട് ചെയ്യുന്നത് എന്താണ്, മോസ്കിറ്റോ. സോ വെക്ടർ മോസ്കിറ്റോയിട്ടാണ് അത് മറ്റു ഹോസ്റ്റുകളിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മലേറിയൽ പാരസൈറ്റിലും എന്തുണ്ട്, 2 ഇൻ്റർമീഡിയറ്റുകളുണ്ട്. നമ്മൾ പഠിച്ചതാണ്, ഒന്ന് മോസ്കിറ്റോ, പിന്നെ ഒന്ന് ഹ്യൂമൻ ബോഡി. സോ ഹ്യൂമണിലും അതുപോലെ തന്നെ മോസ്കിറ്റോയിലും വെച്ചിട്ട് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ മോസ്കിറ്റോ ആണ് ഈ ഹോസ്റ്റിനെ മറ്റു ഹോസ്റ്റുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വെക്ടറായിട്ട് നിൽക്കുന്നത്. മലേറിയൽ പാരസൈറ്റിൻ്റെ വെക്ടറായിട്ട് നിൽക്കുന്നത് മോസ്കിറ്റോ ആണ്. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ പാരസൈറ്റുകളിലും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ ഹോസ്റ്റിനെ ഹാം ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് പയ്യെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് ഒരുപാട് ദോഷം വരുത്തുന്നു. സോ മെജോറിറ്റി ഓഫ് ദ പാരസൈറ്റ് എന്ത് ചെയ്യുന്നു, ദേ ഹാം ദ ഹോസ്റ്റിനെ അപകടത്തിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ്, ദേ റെഡ്യൂസ് ദ സർവൈവൽ, ആ ഹോസ്റ്റിൻ്റെ സർവൈവൽ റെഡ്യൂസ് ചെയ്യിക്കുന്നു, ഹോസ്റ്റിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യിക്കുന്നു, റീപ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യിക്കുന്നു, അതുപോലെ ഹോസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്നു. ഫൈനലി ആ ഹോസ്റ്റ് ഫിസിക്കലി വീക്കാവുന്നു. സോ ദേ മൈറ്റ് റെൻഡർ, ഈ പറഞ്ഞ പാരസൈറ്റ് ഒരു പക്ഷേ ഹോസ്റ്റിനെ ഒരുപാട് വൾണറബിളായിട്ട് പ്രിഡേഷന് പറ്റുന്ന തരത്തിൽ ഒരു വൾണറബിൾ ആക്കുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിസിക്കലി വീക്കാക്കിക്കൊണ്ട്. സോ പാരസൈറ്റുകൾ, മെജോറിറ്റി ഓഫ് ദ പാരസൈറ്റുകളും എന്ത് ചെയ്യുന്നു, ഹോസ്റ്റിനെ ഹാം ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് ഹാം ചെയ്യുന്നത്, ഹോസ്റ്റിൻ്റെ സർവൈവൽ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതൊക്കെ കുറച്ചുകൊണ്ട്, റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഫൈനലി ഈ ഹോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പാരസൈറ്റ് ഫിസിക്കലി വീക്കാക്കുന്നു. ഇത്രയൊക്കെയാണ് ആ പാരസൈറ്റുകൾ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ചെയ്യുന്നത്.